ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. സോ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഈ യൂട്യൂബിലുള്ള എല്ലാവരും ഇതുപോലത്തെ സ്റ്റോറി മോഡ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, ഇതുപോലത്തെ ഗെയിമിൻ്റെ സ്റ്റോറി മോഡ്സൊക്കെ. സോ നമ്മളും അത് കൂട്ടൊരു സ്റ്റോറി മോഡ് സ്റ്റാർട്ട് ചെയ്താലോ എന്നാലോചിക്കുക. സോ ഇന്ന് മുതൽ നമ്മളൊരു സ്റ്റോറി മോഡും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ലൈക്ക് ഇന്ത്യൻ ബൈക്ക്. ഓക്കെ, നമുക്ക് നേരെ വിടാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ വാടാ, നമുക്ക് ഇവിടെ നമ്മുടെ പുതിയതായിട്ടൊരു കാർഡ് നമ്മുടെ ഗവൺമെൻറ് ഇത് കൂട്ടാക്കിയിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെന്തായാലും നീന്തുവാണ്, നമുക്ക് എന്തായാലും കുളിച്ചിട്ട് പോയാൽ എവിടെ പോയാലും നമ്മൾ കുളിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ ഗൈസ്, എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഞാൻ എന്നും രാവിലെ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിക്കും ഗൈസ്. അത് നല്ല സ്പീഡിൽ നീന്തും ഗൈസ്. ഓക്കെ, കുളിച്ചൊക്കെ കഴിഞ്ഞു. നേരെ ഇപ്പോൾ ഡ്രസ്സ് മാറണം, അതിൻ്റെ ഡ്രസ്സ് മാറിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഡ്രസ്സും മാറി നമ്മുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമുക്ക് നേരെ പോകണം ഗൈസ്. സോ നമ്മളെന്താ നമ്മുടെ ഫോർച്യൂണറാണ് എടുക്കുന്നത്. അതിനെ വെച്ചിട്ടുണ്ടോ ഡിഫറൻറ്റാണ്. ഓക്കെ, എന്നാൽ ഇന്ന് നമ്മൾ ഡിഫറൻറ്റ് ആക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് ഗൈസ് ഒരു മെർസിഡസ് AMG ബ്ലാക്ക് സീരീസ് ആണ്. നമുക്ക് അത് എടുക്കാമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ AMG എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ റെഡ് കളറിലാണ് ഗൈസ് നമ്മുടെ AMG ഇരിക്കുന്നത്. യാ ഗൈസ്, ലുക്ക് അറ്റ് മെർസിഡീസ് AMG GT ബ്ലാക്ക് സീരീസ്. സോ ഗൈസ്, നമ്മുടെ കൂട്ടുകാരൊരു പ്രത്യേകത, അവനാണെങ്കിൽ ഈ മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. അവനാണെങ്കിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്നാണെങ്കിൽ അവൻ എലികളിലും കണ്ട ജീവികളിലൊക്കെ അടിച്ചു കൊടുക്കാനുള്ളതിന് അവനെ തന്നെ പരീക്ഷിച്ചു. പക്ഷേ അതിന് പ്രശ്നമില്ല ഗൈസ്, അത് ഇൻവിസിബിളാവുന്ന മരുന്നായി. അവൻ തന്നെ പറഞ്ഞിട്ട് അവൻ തന്നെ അത് കുടിച്ചു ഗൈസ്. നമുക്കിനി എന്തായാലും അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ പിടിച്ചാൽ നമ്മുടെ നോക്ക് നമ്മുടെ എന്തെങ്കിലും കയറിയെന്നെങ്കിൽ 270 മാക്സിമം. അവന് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ അവനെ പോയി മേടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ അവനെ മേടിച്ചിട്ട് നമുക്ക് തന്നെ നേരം. എടാ, നമ്മൾ ഏത് പാർക്കിലോട്ടാണ് പോണേ? എടാ, നീ നേരെ അങ്ങ് പോക്കും, ഞാൻ വഴി പറഞ്ഞു കാണും കേട്ടോ. ശരി, ഞാൻ നേരെ പോവാം. ഇവനെ കൊണ്ട് തോറ്റ് കേസ്. ഇവനാണെങ്കിൽ നമ്മളെ എവിടെ ഇരുന്നുകൊണ്ട് ഏതൊരു കുരുത്തി കൊണ്ട് സാധിക്കും. എടാ, ഇനി അങ്ങോട്ടാ? ഇനി കറക്റ്റായിട്ട് എനിക്ക് വഴി അറിയത്തില്ലടാ. നമ്മുടെ സെറ്റ് ചെറുതായണ്ടേ, എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റൂലോ. എടാ, ഇവനെ കൊണ്ട് തോറ്റ്. എന്നെ കണ്ട കുരുക്കിനെ കെടുത്തുവാണ് ഞാൻ. പിന്നെ നിന്നെ കുരുക്കി കെടുത്താനോ? ഞാൻ വിളിക്കുമ്പോൾ നീ എന്തിനാ എൻ്റെ കൂടെ തന്നെ? എന്നാൽ നീ ഇപ്പം അറിഞ്ഞ ഞാൻ തിരിച്ചുകൊണ്ടിടാം. അയ്യോ വേണ്ട, നമ്മൾ എത്താനൊന്നുമില്ല. എനിക്കിനി എന്തായാലും പോയിട്ട് വരാം. ഇനി നീ മിണ്ടല്ലോ, വാ വെക്കണം, ഞാൻ തന്നെ പൊക്കോളാം. ശരി, ഇനി ഞാൻ മിണ്ടുന്നില്ലേ? ഈ പൊട്ടനെ കൊണ്ട് കേസ്. നിങ്ങളാരും കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പഴയ വീട്, നമ്മുടെ മഞ്ഞ കളറുള്ള വീട് കേസ്. ഇതാണ് നമ്മുടെ പഴയ വീട്. അത് നമ്മുടെ കുട്ടികളുടെ എന്താണ് എന്നൊക്കെ ഒരു കൂട്ടാനായിട്ട് ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം കണ്ടാൽ അയ്യോ ഇടയ്ക്ക് പെടുത്തു വരും. അവർക്ക് മിണ്ടുന്നില്ല കേസ്. കുഴപ്പമില്ല, നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകാം. അവിടെ വണ്ടി ഫുള്ള് പോയി. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ എൻ്റെ കൂട്ടുകാരുടെ ഒരു വീടുണ്ട്. നമ്മുടെ പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടാണ് ഈ ബീച്ചിൻ്റെ. ഓക്കെ കേസ്, നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് സൂപ്പറാ വന്നിട്ടുണ്ട് കേസ്. എൻ്റെ കൂട്ടുകാരൻ മറ്റവൻ ഓൾറെഡി വണ്ടി കയറി ഇരിപ്പുണ്ട് കേസ്. അവൻ്റെ അടുത്ത് മിണ്ടല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്തോ കേൾക്കും. മിണ്ടല്ലെന്ന് പറഞ്ഞാൽ റാ പറഞ്ഞിട്ട് കൂടിയില്ല.
വണ്ടി തന്നെ പോവാം. ലംബോർഗിനിയാണ് നമ്മുടെ സൂപ്പറായതുകൊണ്ട് പോകേണ്ട ലംബോർഗിനി ആയിട്ട് നമ്മൾ ഒന്നും പറയാനില്ല. രണ്ട് നല്ല കോസ്റ്റ്ലി വണ്ടിയാണ്. അങ്ങനെ പൊളിഞ്ഞ് വീണു. ഈ വീഡിയോ വെച്ച് നിർത്താൻ കഴിച്ച് അടുത്ത തവണ പാർട്ട് 2 ആയിട്ട് നമ്മൾ വീണ്ടും തന്നെ വന്നതായിരിക്കും. സോ എല്ലാവർക്കും ഗുഡ് ബൈ.